ഇപ്പോൾ ചലച്ചിത്ര നടി ശോഭന തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ പത്മഭൂഷൺ പുരസ്കാരം ശോഭനയ്ക്ക് നേടി. ഗുഡ് ഈവനിങ് ശോഭന ജി. ഗുഡ് ഈവനിങ് ജി. വളരെ സന്തോഷം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അംഗീകാരം മലയാള സിനിമയ്ക്കും നമ്മുടെ ചലച്ചിത്ര പ്രേമികൾക്കും കിട്ടിയ പുരസ്കാരമായി കാണുന്നു. താങ്കൾ ഈ പുരസ്കാരത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഞാൻ ഹ്യൂജ്ലി ഹംബ്ലിംഗ് മൂമെന്റ് ആണ്. ഞാനത് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ്. ഓഫ് കോഴ്സ് ഈ പത്മശ്രീ അവാർഡ് കിട്ടിയിട്ട് കുറെ വർഷങ്ങളായി, ബട്ട് നമുക്കങ്ങനെ അല്ലല്ലോ. സോ എനിവേ ഐ എം ജസ്റ്റ് വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പിന്നെ ഓഫ് കോഴ്സ് ദി അവാർഡ് കമ്മിറ്റി ആൻഡ് ഓഫ് കോഴ്സ് മൈ ഫാൻസ് ഇൻ ഓൾ ഓവർ. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ദി പ്രസ് ഓൾസോ. ഇത്തരം ഒരു പുരസ്കാരം തേടി വരുന്നതിന്റെ വല്ല സൂചനയും ലഭിച്ചിരുന്നോ നേരത്തെ? ഹലോ, ഇത്തരം ഒരു പുരസ്കാരം വരുന്നു എന്നതിന്റെ സൂചന എന്തെങ്കിലും ലഭിച്ചിരുന്നോ? അല്ല, അവര് വിളിച്ച് അക്സെപ്റ്റൻസ് ചോദിക്കുമല്ലോ. അതെ 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 അതെ. സോ അതുകൊണ്ട് കുറച്ച് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ബോംബെയിലാണ്, ഒരു ഷൂട്ടിങ്ങിലായി പോയി, അല്ലെങ്കിൽ കുറച്ചും കൂടി സംസാരിക്കായിരുന്നു. ഓക്കെ, എന്തായാലും താങ്കളുടെ തിരക്കുകൾ താങ്കൾ തുടരുക. ഞങ്ങളുടെ 24-ന്റെയും ആശംസകൾ, അതേസമയം മലയാളി സമൂഹത്തിന്റെയും ഒക്കെ തന്നെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഇനി നടി ശോഭന സംസാരിക്കുകയായിരുന്നു. കാരണം ഓർക്കാപ്പുറത്ത് വരുന്ന വലിയ പുരസ്കാരമാണ് ശോഭനയെ തേടി വന്നത്. നമ്മുടെ ജോസ് ചാക്കോ പെരിയപുരം, ചലച്ചിത്ര നടൻ അജിത്, അതുപോലെ നടി ശോഭന, ഇവർക്കെല്ലാം പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കും. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മലയാളത്തിന് അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്. പത്മശ്രീ പുരസ്കാരം IM വിജയന് കിട്ടി. അതുപോലെ ഡോക്ടർ K ഓമനക്കുട്ടിക്ക് പത്മശ്രീ പുരസ്കാരം കിട്ടി.